നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി MS ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശരിക്കും പറഞ്ഞ ഒരു ഇന്നത്തെ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ നാടക നടനും സംവിധായകനും നാടക ആചാര്യനുമായ ശ്രീ സതീഷ് സംഘമിത്രയാണ്. ഞാൻ സ്നേഹത്തോടെ ഈ പരിപാടിയിൽ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. സതീഷ് സാറിനെ സ്വാഗതം സർ. സ്വാഗതം. 1970 മുതൽ നാടക വേദിയിലുണ്ട് അല്ലേ? ഇന്ന് അറിയാലോ, 2024 എത്തിയപ്പോഴും 50 വർഷം നാടകത്തിൽ പൂർത്തീകരിക്കുകയാണ്. 50 വർഷത്തെ അനുഭവങ്ങളുണ്ട് നമ്മളോട് പറയാനായിട്ട്. ഇന്നും നാടകം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലം 50 വർഷം പിന്നിലോട്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ? ഒന്ന് പോയാലോ നമുക്ക് യാത്ര പിന്നിലോട്ടൊന്ന് നാടകത്തിന്റെ? അവിടെ നമുക്ക് പേരിൽ തന്നെ തുടങ്ങേണ്ടി വരും. സാറിന്റെ സതീഷ് സംഘമിത്ര എന്ന പേരിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിൽ തന്നെ നമുക്കൊന്ന് തുടങ്ങാം. ആ കാലഘട്ടത്തില് ഈ നാടകത്തിനൊക്കെ ഒരുതരം അയിത്തം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് നമ്മുടെ സ്വന്തം പേരിലൊക്കെ നാടകം അഭിനയിച്ചു കഴിയുമ്പോഴത്തേക്കിനും അത് ബുദ്ധിമുട്ടുകൾ കണ്ടതുകൊണ്ടാണ് ആ പേര്, അതായത് സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഇട്ടു തന്ന ഒരു പേര് ഞാനത് ഇഷ്ടപ്പെട്ട് അത് തന്നെ അങ്ങ് സ്വീകരിക്കുകയും ഇപ്പൊ കലാപ്രവർത്തനങ്ങൾക്ക് ആ പേര് സ്വീകരിക്കുകയും പിന്നെ വേറെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ജോലിയോ മറ്റു ജോലിയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് കാരണം കൊണ്ട് ആ പേരിന്റെ പ്രശ്നം അവിടെ ഉദിച്ചില്ല. കൂടുതലും നാടകമായിട്ടായത് കാരണം കൊണ്ട് പിന്നെ ഈ പേര് തന്നെ വിളിപ്പേരായി ഈ പേരിൽ തന്നെ അറിയപ്പെടുന്നു. പക്ഷെ അതിനൊരു കഥയുണ്ട് അല്ലേ? ആ പേര് സ്വീകരിക്കുന്നതിനൊരു കഥയുണ്ടായിരുന്നു. ശരിക്കും ആദ്യം ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നു നസീർ സാറിനൊപ്പം. പിന്നീട് അത് നടന്നില്ല. അതിനുശേഷം പിന്നീട് ഒരു സിനിമയില് മറ്റൊരു നായകനെ വെച്ചിട്ട് അല്ലേ സംവിധാനം ചെയ്യാനായിരുന്നു. എന്തായിരുന്നു സാറിന് കിട്ടിയ ഒരു അവസരം? എന്തായിരുന്നു? ഇല്ല, എനിക്ക് ഇതേ ഉള്ള അവസരം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കാനായിട്ട്, പ്രേമസിന്ധാനിയനായിട്ട് അഭിനയിക്കാനായിട്ട് ആണ് അവസരം കിട്ടിയത്. എനിക്കതിനകത്തൊരു വിഷമം വന്നു പോയത് പിന്നീട് മാസങ്ങൾക്ക് ശേഷം ആ പടത്തിൽ എനിക്ക് പകരമായിട്ട് തന്നെ ഒരു പുതിയ നടൻ മലയാള സിനിമയ്ക്ക് കിട്ടി, സുധീർ എന്നുള്ള പേരിൽ. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. എനിക്കത് അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പോൾ ആരുടെയും കീഴിൽ നമ്മൾ ജോലി ചെയ്യുന്നില്ല. അങ്ങനെ സ്വന്തമായിട്ടുള്ള ബിസിനസ് തുടങ്ങി. നാടകത്തിനെ കൂടുതൽ സ്നേഹിച്ചു. പഠിച്ചത് സിനിമയാണെങ്കിലും പിന്നീട് നാടകത്തിലേക്കായിരുന്നു. അങ്ങനെയാണ് സതീഷ് എന്ന ആ ഒരു പുതിയ പേര്. അന്ന് ആ കാലഘട്ടത്തിൽ ഈ സതീഷ് എന്ന പേര് അധികം ഇല്ല. അതുകൊണ്ട് കുറച്ച് മോഡേൺ നെയിമാണ് അന്ന് സാറ് കണ്ടുപിടിച്ച് അങ്ങനെ പേര് സതീഷ് എന്നാക്കി. പിന്നീട് സതീഷ് അങ്ങ് കൂടി കൂടി വന്നു അല്ലേ? സതീഷന്മാരുടെ എണ്ണം കൂടിയപ്പോ പിന്നീട് അതിന്റെ കൂടെ സംഘമിത്ര എന്ന് ചേർക്കുകയായിരുന്നു അല്ലേ? അപ്പോ സാർ ഈ സതീഷ് സംഘമിത്രയായി. ഇനി നമ്മൾ 75 വീണ്ടും തുടങ്ങുകയാണ് നാടകത്തിന്. 75 തുടങ്ങണ്ടേ? 75 പുറകോട്ടൊന്ന് പോവാം. ഒന്ന് പോകാം. 75 കാലഘട്ടത്തെ പറ്റി ആ നാടകം 74 കാലഘട്ടം ഞാൻ ഈ നാടക രംഗത്തേക്ക് കടന്നു വരുന്ന സമയത്തൊക്കെ അന്ന് ഇവിടെ 10-12 പ്രൊഫഷണൽ നാടകങ്ങളേ ഉള്ളൂ. അത് തോപ്പിൽ ഫാസിയുടെ KPSC, കാളിദാസ കലാകേന്ദ്രം, KT മുഹമ്മദിൻ്റെത്, PJ ആന്റണിയുടേത്, SL പുരം സദാനന്ദൻ്റെത്, ഇങ്ങനെയുള്ള കുറച്ച് സമിതികൾ മാത്രമേ ഉള്ളൂ. NN പിള്ളസാറിൻ്റെത്, കുറച്ച് സമിതികളേ ഉള്ളൂ. അവിടെ ഒരു എഴുത്തുകാരനായിരുന്നു പ്രാധാന്യം. അതിനുശേഷം അവർക്കൊക്കെ ഒരു കർട്ടൻ മാത്രം മതി. കാരണം അദ്ദേഹത്തിൻ്റെ വളരെ പിന്നെ എല്ലാവരും അറിയുന്ന വാക്കുകളാണ്. നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ, എൻ്റെ മുമ്പിൽ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാലഘട്ടം നമുക്ക് നാടകം കണ്ടിരുന്ന് നമ്മൾ ഉത്തേജിതരാകുന്നു. അല്ലെങ്കിൽ നാടകത്തിലെ ആശയങ്ങൾ മനസ്സിൽ കൊണ്ട് നമ്മൾ നടക്കുന്നു. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ കേരളത്തിന് നവോത്ഥാനത്തിന് പ്രേരക ശക്തിയായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ സിനിമയിൽ മാറ്റം വരാൻ തുടങ്ങി. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്ക് സിനിമ വന്നു. അപ്പോൾ നാടകത്തിലും അതിൻ്റെതായൊരു മാറ്റങ്ങൾ വേണം.
വെറും ഒരു കർട്ടൻ മാത്രം ഇട്ടുകൊണ്ട് പോരാ. നമുക്കത് ആ കർട്ടൻ അനങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല ടൈറ്റായിട്ട് ഒരു ഫ്രെയിമിലേക്ക് അടിക്കണം. അപ്പോൾ അതിന് ഒരു കട്ടൗട്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ കട്ടൗട്ടുകൾ വന്നു. എന്തെങ്കിലുമൊക്കെ നല്ല വിഷ്വൽസ് വേണം. നാടകത്തിൻ്റെ അന്ന് എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു 30 അന്നൊക്കെ ഒരു 26 അടി സ്റ്റേജിലാണ്. ആ സ്റ്റേജിലേക്ക് നാടകം വരുമ്പോൾ അതിന് അവിടെ നിന്നുകൊണ്ട് കാണിക്കാവുന്ന എന്തെല്ലാം പിന്നെ വിഷ്വൽസ് ഉണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് നോക്കുവാണെങ്കിൽ ഈ പിന്നെ കവുങ്ങിൻ്റെ പാള കിട്ടും. ആ പാളയ്ക്കകത്ത് കയറ്റി ഇരുത്തിയിട്ട് പിള്ളേർ മൂത്തതുങ്ങളെ ഇളയത്തുങ്ങളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലം. അതല്ലെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇപ്പം പിള്ളേർ മൊബൈലൊക്കെ കുഞ്ഞു പിള്ളേർ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ അന്തം വിട്ടിന്ന് പോകും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു റേഡിയോ കാണുന്നത് 15 വയസ്സിലാണ്. പിന്നെ അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഫോണൊന്ന് ഡയൽ ചെയ്യാനായിട്ട്. അന്ന് ഡയൽ ചെയ്യേണ്ട, അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ റിസീവർ എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്പർ പ്ലീസ് എന്ന് അവിടെ നിന്നൊരു കുയിൽനാദം വരും. നമ്മുടെ ഉണ്ണിമേരിയുടെ അമ്മ ടെലിഫോൺസിൽ ഇതായിരുന്നു, നമ്മളോട് നമ്പർ ആവശ്യപ്പെടും. നമ്മൾ കൊടുക്കുന്ന നമ്പർ അവർ ഡയൽ ചെയ്ത് നമുക്ക് തരുന്ന സിസ്റ്റമായിരുന്നു ഫോൺ ആദ്യകാലങ്ങളിൽ. എന്ന് പറഞ്ഞ പോലെ നാടകത്തിനും ആദ്യത്തെ ആ ഒരു കാലങ്ങളിൽ ഒത്തിരി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരിടത്ത് നാളെ മറ്റൊരിടത്ത് ഇങ്ങനൊരു ട്രാൻസ്പോർട്ടിങ് ഇതാണ്. പക്ഷെ ട്രാൻസ്പോർട്ടിങ്ങിനുള്ളൊരു വാഹന സൗകര്യം അന്നില്ല. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് ഈ KSRTC കണ്ടം ചെയ്ത് ലേലത്തിൽ പോകുന്ന കുറേ ബസ്സുകളുണ്ട്. അത്രയും വലിയ ബസ്സും പിടിച്ചുകൊണ്ടാണ് പിന്നെ അന്ന് KPSCയുടെയും ആ സമയത്തുള്ള ട്രൂപ്പുകളുടെയൊക്കെ നാടകവാഹനം പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒരു 30 പേരെങ്കിലും വേണം ഒരു നാടക സമിതി. ആ 30 പേരിൽ നിന്ന് ചുരുങ്ങി 3 പേരിലേക്ക് വരെ ആയിട്ടുണ്ട്. അന്ന് 30 പേരെങ്കിലും ലൈവ് ഓർക്കസ്ട്രയാണ്, എല്ലാം കൂടെ അത്രയും വേണം. ആ സമയത്ത് ഞങ്ങൾ ഒരു നാടകം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയി നാടകം കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1000 രൂപ. ഈ 1000 രൂപയിൽ നമ്മൾ മൂവാറ്റുപുഴയെന്നോ തൊടുപുഴയെന്നോ വാടകയ്ക്ക് വിളിക്കുന്ന ആ വലിയ ബസ്സിന് കൊടുക്കണം 800 രൂപ. പോട്ട് 200 രൂപ കൊണ്ട് ഞങ്ങൾ ഈ 30-40 പേർക്ക് എന്താകാനാണ്? ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്നൊക്കെ നാടകം കച്ചവടമല്ലായിരുന്നു. നമ്മളെല്ലാം പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല അന്ന് നാടകം അഭിനയിച്ചുകൊണ്ടിരുന്നത്. നമ്മുടേതായ മാനസികോല്ലാസവും അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം സമൂഹത്തെ എന്നുള്ള. പക്ഷെ ഇതിലെ അഭിനേതാക്കൾ പലരും അതൊരു ജീവിതോപാധിയായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പലരും പല സിറ്റുവേഷനും അവഗണിച്ച് പോലും നിന്നിട്ടുള്ളത് അവർക്കൊരു വരുമാനം, ഇതിലൂടെ നല്ല നല്ല അവസരങ്ങൾ തേടി വരും. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. അത് ഈ തുടക്കകാലത്ത് ഇപ്പൊ KPSCയുടെ നാടകമൊക്കെ ഉണ്ടല്ലോ, തുടക്കകാലത്ത് ഒരു വരുമാനമാർഗവും ഉള്ളതായിരുന്നില്ല. ആരും ഇതിനു വേണ്ടിയിട്ട് പലതും ഉപേക്ഷിച്ചിറങ്ങുന്നവരായിരുന്നു. അല്ലാണ്ട് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ലോകത്ത് പലതരം ബിസിനസ്സുണ്ട്. ആ ബിസിനസ്സിനൊക്കെ ഇപ്പോൾ ഈ സ്റ്റുഡിയോ ആണെങ്കിൽ ഈ സ്റ്റുഡിയോയ്ക്ക് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അല്ല, ഞാൻ ഒരു പലചരക്ക് കട തുടങ്ങുന്നു, എനിക്ക് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ വിറ്റ് വരുന്ന കാശ് കൊണ്ട് വേണം എനിക്ക് ബാക്കി സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കാം. പക്ഷെ നാടകത്തിന് അതല്ല. നാടകത്തിന് ഓരോ വർഷവും ഇൻവെസ്റ്റ് ചെയ്യണം. ഈ കഴിഞ്ഞ വർഷത്തതും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഓരോ വർഷവും നാടകത്തിന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അതുകൊണ്ട് ഇതൊരു ലാഭമുണ്ടാക്കാനുള്ള ഒരു അവസരമല്ല, അതെല്ലാം ഉപരി ഇന്ന് ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന അല്ലെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് നാടകം. ഈ നാടകത്തെ പറ്റി പറയുമ്പോൾ നാടകത്തിൻ്റെ ആ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ ഈ സമൂഹത്തിൽ കുറ്റവാസനകളും അക്രമങ്ങളും വർദ്ധിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
ദേവന്മാരെല്ലാം ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നിട്ട് പരാതി പറഞ്ഞു. ബ്രഹ്മാവാണല്ലോ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. ഉടനെ ബ്രഹ്മാവ് പറഞ്ഞു, എന്താണ് ഇവിടെ സംഗീതമില്ലേ, ഡാൻസ് ഇല്ലേ, ഓരോ കലകളെ പറ്റിയും ചോദിച്ചു. എല്ലാം ഉണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു അറിഞ്ഞുകൂടാ. ഒരു കാര്യം ചെയ്യുക, എല്ലാ കലകളും ഉൾപ്പെടുന്ന, എല്ലാ കലകളും ചേരുന്ന, അതോടൊപ്പം ഒരു നല്ല ദൗത്യം, ഒരു മെസ്സേജ് അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പുതിയ കല നിങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെയാണ് ഭരതമുനിയെ കാര്യം ഏൽപ്പിച്ചു. നാടകത്തിന്റെ ഒരു ചരിത്രം പുരാണം. ഇല്ല, ഭരതമുനിയെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. അപ്പം സെൻസർ ബോർഡ് മഹേന്ദ്രനാണ്, ഇന്ദ്രൻ ആണ് ഓരോന്നും സെൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തമാശനാണെങ്കിലും കാര്യത്തിനാണെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നാടകം എന്ന് പറയുന്നത് എല്ലാ കലകളും, നാടകാന്തം കവിത്വം എന്നാണ് പറയുന്നത്, എല്ലാ കലകളും ചേർന്നതാണ് നാടകം. അതിൽ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, നല്ല മെസ്സേജുണ്ട്. ഒരു നാടകം കണ്ടിറങ്ങിയാൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അത് നമ്മുടെ മനസ്സിൽ കിടക്കണം. എന്തെങ്കിലും സന്തോഷമോ സങ്കടമോ ചിന്തിക്കാനുള്ളതോ എന്തെങ്കിലും ഒരു കാര്യം ആ നാടകത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായാൽ മാത്രമേ. ഇതിപ്പോൾ ഇന്ന് അങ്ങനെയല്ല. നാടകം കണ്ടു കഴിഞ്ഞ് പൊടിയും തട്ടി എല്ലാവരും അങ്ങനെ എഴുന്നേറ്റ് പോകുന്നു, ആ അവസ്ഥ. പിന്നെ പുതിയ തലമുറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നാടകത്തിന് ഒരിക്കലും അവരോടൊപ്പം മത്സരിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയായി. കാരണം നാടകം ഇപ്പം ഒരു സാങ്കേതിക കലയല്ല നാടകം. നമ്മളിങ്ങനെ ഇപ്പോൾ 2000-ന് ശേഷം നമ്മൾ സാങ്കേതികമായിട്ടാണ് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാങ്കേതികമായ കലയല്ല. അതിനൊപ്പം വളരാൻ നാടകത്തിന് പറ്റില്ല. നാടകം അതിനുള്ളതല്ല. അത് കാരണം കൊണ്ടാണ്. പിന്നെ അന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നാടകം കളിച്ചിരുന്നത് വെളിച്ചം വേണമല്ലോ. പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിലാണ് നാടകം കളിച്ചിരുന്നത്. ഒരു പെട്രോൾ മാക്സിന് കിട്ടുന്ന, പെട്രോൾ മാക്സ് കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേര് അറിഞ്ഞുകൂടാ. വളരെ പണ്ടത്തത് നമ്മളിങ്ങനെ ടിവിയിലും അല്ലാതെയൊക്കെ ചില പണ്ട് കല്യാണ വീടുകളിലൊക്കെ അത്യാവശ്യം കറണ്ട് പോകുമ്പോഴൊക്കെ വെക്കുന്ന. അത് തന്നെ. അപ്പോ ആ പെട്രോൾ മാക്സിന്റെ തൂക്കിട്ടിട്ട് അതിന്റെ വെളിച്ചത്തിൽ അതും കെട്ടുപോയി കഴിഞ്ഞാല് ബാക്കി ഭാഗങ്ങളുടെ കഥ പറഞ്ഞ് കേൾപ്പിച്ച് നാടകക്കാർ അവിടെ നിന്ന് രക്ഷപ്പെടും. അതായത് നമ്മൾ സാധാരണ കേൾക്കും, ശബ്ദം വെളിച്ചം നൽകി സഹായിക്കുന്ന എന്ന് പറയുന്നതിനൊക്കെ കട്ടും. അവസാനം ശബ്ദം മാത്രമേ ഉള്ളൂ, വെളിച്ചമില്ല. ശബ്ദം എങ്ങനെ കേൾക്കാനാണ്? ശബ്ദം എന്ന് പറയുന്ന സാധനം കേൾക്കണമെന്നുണ്ടെങ്കിൽ അന്ന് മൈക്കൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിനെ കിടന്ന് അലറിപ്പറയും, ഭയങ്കരമായിട്ട് അലറിപ്പറയും. അതുപോലെ തന്നെ നമ്മുടെ മുഖമൊന്നും ഈ പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ ശരിക്കും കാണാൻ പറ്റിയല്ല. അപ്പൊ നമ്മൾ ഈ ഭാവാഭിനയം ഉണ്ടല്ലോ, കുറച്ച് ഓവറായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക. നല്ലൊരു പലരും ഒരു പക്ഷേ മിമിക്രിയായിട്ടൊക്കെ കാണിക്കുന്നത് സത്യം മനസ്സിലാക്കാറ് അവരിങ്ങനെ കളിയാക്കണം. പക്ഷെ അവരൊന്ന് ആലോചിക്കണം, ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പറയണം. അതല്ലാണ്ട് ഇങ്ങനെ പുറകുറുക്കുന്ന പോലെ, ഞാനിപ്പോ ഇരുന്ന് പുറകുറുക്കുന്ന പോലെ പറഞ്ഞാലൊന്നും അന്നും അല്ല ഇന്നും ഇപ്പൊ നമുക്ക് കിട്ടിയ പരിമിതമായ ഈ വെളിച്ചം, ഇപ്പൊ കുറെ ബൾബുണ്ടെങ്കിലും ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന 100 പേർക്ക് മാത്രമേ നമ്മുടെ മുഖം കാണാൻ പറ്റുള്ളൂ. ബാക്കി പുറകോട്ടുള്ളവരൊക്കെ അവിടെ അയാൾ കരയുവാണോ ചിരിക്കുവാണോ പിന്നെ അരിശപ്പെട്ട് പറയുകയാണോ, ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഡയലോഗിന്റെ മോഡുലേഷൻ കൊണ്ടാണ്. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് അപ്പോൾ ആ ഡയലോഗ് അവിടം വരെ എത്തണം. അങ്ങനെ എത്താതെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇത് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പറയുന്നത് അരിശപ്പെട്ടാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അലറി വിളിച്ച് എല്ലാവരും കേൾക്കണം. എല്ലാവരും അതേസമയം സിനിമാക്കാർ ഭയങ്കര തന്ത്രജ്ഞരാണ്. അവരുടെ മുഖത്ത് ചുളി വീഴും ഭയങ്കരമായിട്ടൊക്കെ അഭിനയിച്ചാൽ. ഭയങ്കര ആ ഫീൽ ചെയ്ത് അഭിനയിച്ചാൽ ചുളി വീഴും. അത് കാരണം അവർ പുറവൃത്താൽ മതി. ഡബ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് കാരണം അത് കുഴപ്പമില്ലല്ലോ. അപ്പം ശരിക്കും ആക്ഷൻ മാത്രം മതി അല്ലേ? എന്തായാലും നമ്മള് ഈ പറയും പോലെ രണ്ടും രണ്ട് തലമാണ്. സാങ്കേതിക വിദ്യ സിനിമ കൂടുതലായി ഉപയോഗിക്കുന്നു. നാടകം ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ മുഖത്ത് തന്നെ, ശബ്ദത്തിൽ തന്നെ വരണം. അതെ, ഇപ്പൊ അല്ല ചെറുതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ടിന്റെ കാര്യത്തിന് ഒരു ഗുണമായിട്ട് വന്നിട്ടുണ്ടല്ലോ. സൗണ്ടൊക്കെ നമുക്ക് ഇപ്പോൾ സ്റ്റേജിൽ ഒരു ഒറ്റ മൈക്ക് മതി. നമ്മളൊരു 10 അടിയൊക്കെ ദൂരെ നിന്ന് കഴിഞ്ഞാൽ സംസാരിച്ചാൽ നമുക്ക്
സ്റ്റേജ് മൈക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ വെളിച്ചം പെട്രോമാക്സിന്റെ സ്ഥാനത്ത് ലൈറ്റുകളൊക്കെ പലതും പരീക്ഷിച്ച് പല കളർ ലൈറ്റുകൾ വന്നു. കളർ ലൈറ്റുകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ കളർ ചെയ്തുകൊണ്ടിരുന്നത് കളർ പേപ്പർ കിട്ടും. കളർ പേപ്പർ ഇതിനെ ഫ്രണ്ടിൽ പിടിച്ചു കൊടുക്കും. ലൈറ്റിന്റെ ഗ്ലാസ് പേപ്പർ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു കളറൊക്കെ. അത് ഈ കളർ ഒരു വെട്ടി ഒട്ടിച്ച് വെക്കും റൗണ്ടില്. എന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ നേരത്ത് അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ സിനിമയില് കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തു വന്ന വ്യക്തിയാണ് നമ്മളെ കൂടെ ഇരിക്കുന്നത്. നമ്മളിത് സിനിമയിലൊക്കെ കണ്ട. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര ഇങ്ങനെ തുടരുവാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പൊ തന്നെ കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? തീരുകയല്ല. കാരണം 50 വർഷത്തെ കഥയൊക്കെ പറയണമെങ്കിൽ എത്ര നേരം വേണോന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ ഒരു ദിവസം ഒരു നാടകത്തിന് അത് ഞാനൊരു മെഗാ എപ്പിസോഡായിട്ട് തന്നെ ചിലപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരും 50 വർഷത്തെ. ഓഡിറ്റോറിയം നിറയെ ആൾക്കാരാണ്. ഈ ഓഡിറ്റോറിയം ഒന്നും നാടകത്തിന് വേണ്ടി ചെയ്തതല്ല. നാടകത്തിന് വേണ്ടി ചെയ്തതല്ലാത്ത കാരണം കൊണ്ട് എങ്ങനെയാണ് ഓഡിറ്റോറിയം ഇരിക്കുന്നത്, ശബ്ദം എല്ലാവർക്കും കിട്ടുമോ, ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷ ആ ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥനും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോഴാണ് ആ പുള്ളി എന്നോട് വന്നിട്ടോ വളരെ ടെൻഷൻ അവിടെ ഇനി വരുവോ, നാടക നടി വരുവോ, അത് അറിയിക്കാൻ പറ്റുമോ, ഇങ്ങനെ വന്നില്ല ഇല്ല അവിടെ തെറ്റുപറ്റിപ്പോയത്. ഞാൻ അന്തപ്പെടും. ആര് നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെയും പുള്ളി അവിടെ ഇനി വരുവോ. കുറെ കഴിഞ്ഞപ്പോഴേ മനസ്സിലാ അവിടെ ശബ്ദം ഈ മൈക്കിൽ കൂടെ പറയുമ്പോ ഈ ഓഡിറ്റോറിയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹൗളിങ്ങും വല്ലതും ഉണ്ടാകുമോന്ന്. ഹൗളിങ്ങ് വരുമോന്നല്ല, അവൾ ഇങ്ങു വരുമോ എന്നല്ല, ഹൗള് ചെയ്യുമെന്നാണ് ചോദിച്ചത്. കുറച്ചു നേരമായി ഇത് ആരാണ് വരിക എന്നാണ് അവര് അടക്കം തെറ്റിദ്ധരിച്ചത്. പക്ഷെ ചോദിച്ചത് ഇതായിരുന്നു. ഒരു ദിവസം ഒരു ടിക്കറ്റ് പ്രോഗ്രാമാണ്. അന്നത്തെ ടിക്കറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയം 3 നാടകമൊക്കെ കളിച്ചിട്ട് ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുത്തിട്ടും പിന്നെയും ആൾക്കാർ കാണാൻ നിന്ന കാരണം 3 ഷോ ഒക്കെ കളിക്കേണ്ടി വന്നു. അതുപോലെ അടുത്ത് ചേർത്തല നാടകത്തിന്റെ ടിക്കറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് വന്നവരെ എല്ലാം കൊടുക്കാൻ നിവൃത്തിയില്ല. ചിലരൊക്കെ എൻ്റെ കാണണമെന്ന് പറയുന്നു കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ വാച്ച്മാന് അവസാനം സ്ട്രിക്റ്റായിട്ട് എല്ലാം പൂട്ടിക്കളഞ്ഞു. ഗേറ്റ് എല്ലാം അടച്ചു, ഇനി ആരെയും കയറ്റണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നാടകം കഴിഞ്ഞപ്പോ അദ്ദേഹം വന്നു. വാച്ച്മാൻ, സാറേ സാറിന്റെ ഭാര്യ വന്ന് കയറ്റാതിരിക്കാൻ നോക്കുവോ? ഞാനൊരു വിധത്തില് ഞാൻ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ അങ്ങനെ എന്നോട് പറയാതെ എന്റെ ഭാര്യ വരികയല്ലോ, ഈ നാടകം കണ്ടതാണ്, എങ്ങനെ വരികയല്ലോ. ഏത് വന്നു? ആരാ? ഞാൻ ചോദിച്ചെന്ന് കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ പറഞ്ഞു ഓണറിന്ന്. ഓണറിന്റെ ഭാര്യയല്ലേ ഓണറിന്ന്, അവരുടെ പേരായിരുന്നു ഓണറിന്നുള്ളത്. ഒരുപാട് തമാശകൾ ഈ നാടക ജീവിതത്തിനിടയിൽ, നാടകത്തിന് പുറത്ത്, ശരിക്കും തിരശ്ശീലയ്ക്ക് പുറത്ത് ഒരുപാട് തമാശകൾ അരങ്ങേറുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് നാടകമായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇല്ല, അതൊക്കെ തന്നെ ഒരു നാടകത്തിനുണ്ട്. ശരിക്കും ഈ നാടക വണ്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നിങ്ങളുടെ ഒരു നാടകം പലപ്പോഴും ഈ ഗ്രാമപ്രദേശങ്ങളിൽ കളിക്കുമ്പോഴുള്ള സ്വീകരണം എങ്ങനെയായിരുന്നു? ഇല്ല, അതിനു മുമ്പ് അന്നത്തെ കാലത്തെ നാടക വണ്ടിയെ കുറിച്ച് പറയാം. ഈ നാടകം ഉപയോഗിച്ചിരുന്ന, അങ്ങനെ അന്ന് ചില സമിതികൾ ഉപയോഗിച്ചിരുന്നതിനെ പറ്റി. അതിനുശേഷം പല ആൾക്കാരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർക്കെല്ലാം ഈ വലിയ വണ്ടി തൊടുപുഴയെന്ന് മാറ്റെഴുന്ന് വിളിക്കാൻ പറ്റാത്ത ആ കാലഘട്ടം എന്താണ്, ഒരുമാതിരി ഒരു മുട്ട പോലത്തെ ടെമ്പോ, ഇപ്പോഴത്തെ ടെമ്പോ ട്രാവലൊന്നുമല്ല, അത് വന്നു. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടി, നാടകത്തിന്റെ സാധനങ്ങൾ എല്ലാം കൂടി ഇതിനകത്ത് വെച്ച് അതിനകത്ത് കയറി പുറത്ത് ഇരുന്ന് ഒക്കെ അത്ര കഷ്ടപ്പെട്ടായിരുന്നു ഒരു കാലത്ത്. ഇതൊക്കെ നായകന്മാര് തന്നെ അവസാനം മേക്കപ്പ് പോലും അഴിക്കാതെ ഇതൊക്കെ പൊക്കിക്കൊണ്ട് പോകേണ്ട സാഹചര്യം വല്ലതും ഉണ്ടോ? സ്റ്റേജ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നത്? നായകനും നായികയൊന്നും ഒന്നുമില്ല. എല്ലാവരും നമ്മൾ അരങ്ങിൽ കാണുന്ന വീരപുരുഷന്മാര് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നത്തെ അവസ്ഥയാണ്. അവര് തന്നെ ഈ പെട്ടിയൊക്കെ എടുത്തോണ്ട് പോയി അല്ലേ തിരിച്ചു വെക്കണം. അതെ, നമ്മള് കേട്ട് വലിയ ആൾക്കാരായിട്ട് ചുമക്കാത്തവരാരുമില്ല. ഇപ്പൊ ഇന്ന് കുറെ കൂടിയൊക്കെ അവസ്ഥകൾ മാറുകയാണ്, സൗകര്യങ്ങളൊക്കെ അല്ലേ. അന്ന്
ഈ ക്ഷേത്രങ്ങളിലാണ് കൂടുതലും നാടകം. ആ ക്ഷേത്രത്തിലോട്ട് പോകാൻ വണ്ടി പോകുന്ന വഴിയില്ല. അപ്പോൾ ചിലപ്പം അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുട്ടനാട്ടിൽ നാടകം കളിക്കാൻ പോയി, പിന്നെ വള്ളത്തേലാണ് ഈ സാധനം കൊണ്ട് പോകുന്നത്. അങ്ങ് വരെ വള്ളം ചെല്ലുകയില്ല. അപ്പോൾ വള്ളം ചെല്ലുന്നിടം വരെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തലച്ചോടായിട്ട് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് ഈ കമ്മിറ്റിക്കാരെല്ലാം കൂടെ നല്ല സ്പീഡിൽ കൊണ്ട് ഇങ്ങോട്ട് അവരെടുക്കുകയല്ല. അല്ല, ഈ അതിനിടയ്ക്ക് ഞാൻ ഒരു തമാശയും കൂടെ ചോദിച്ചിട്ട്, തമാശയായിട്ട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കാം. ഈ മാനാർ മത്തായി സ്പീക്കിങ്ങിൽ പറയുന്നതൊക്കെ അന്ന് ഈ പറയുന്നത് ഫോണൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലാൻഡ് ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ ചെന്നിട്ടേ കാര്യം അന്വേഷിക്കാൻ പറ്റൂ. ഇൻ കേസ് നിങ്ങൾ പുറപ്പെടാൻ താമസിച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് 2 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അത് വന്നത്. അല്ല നിങ്ങൾ ആരും അതിനകത്ത് മറ്റൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ. ആ പടത്തിൽ, ആ പടം കണ്ടോ? ആ പടത്തില് തുടക്കം മുതൽ അവസാനം വരെ ത്രൂ ഔട്ടായിട്ട് ഇതെല്ലാം കണ്ട് ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അത് സാധാരണ കാണുന്ന കാണികൾ നമ്മൾ ഓഡിയൻസ്. അതല്ല, എന്നെ ആ പടത്തിൽ കണ്ടോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ ആ പടം എവിടെ, ആ പടത്തിന്റെ ഭിത്തിയിൽ മുഴുവൻ എന്റെ പടമാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെ ക്യാമറ വെച്ച് എങ്ങനെ നോക്കിയാലും. അതായത് ആ നാടക സമിതിയുടെ ബാക്കിൽ കുറെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഇന്നസെന്റ് നിൽക്കുന്ന ആ റൂമില്. അത് സാറിന്റെ നാടകത്തിന്റെ ആയിരുന്നു. എന്റെ പടം മാത്രമായിട്ട് അവർ വെട്ടി. ദയവായി നമ്മളെ ശ്രോതാക്കൾ ഇനി ശ്രദ്ധിക്കുക. മാനാർ മത്തായി സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയിൽ വളരെ പ്രശസ്തമായ ഒരു രംഗമാണ്. ആ രംഗത്ത് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ രംഗം ഉണ്ടല്ലോ, ആ രംഗത്തിൽ ഏറ്റവും ക്ലോസപ്പ് സ്ക്രീൻ കാണിക്കുന്ന എന്റെ ആ ഫോട്ടോയാണ്. അതായത് ആ രംഗം ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ, പുറപ്പെട്ടു 2 മണിക്കൂർ മുന്നേ പുറപ്പെട്ടു എന്ന് പറയുന്ന ആ രംഗത്തിന്റെ ഇനി നമ്മൾ ഇന്നസെന്റ് ഏട്ടനെ ശ്രദ്ധിക്കുന്നതിന്റെ തൊട്ട് പിറകിൽ ആ മതിലിൽ ശ്രദ്ധിക്കുക. അത് സതീഷ് ഏട്ടന് അല്ലെ ഫോട്ടോസാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഞങ്ങളതേ ശ്രദ്ധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇന്ന് ഏറ്റവും പ്രായം ചെന്ന ഒരു നാടക സംവിധായകൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ നാടകരംഗത്ത് ഇന്ന് സജീവമായി നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ NN പിള്ള സാറിനാണെങ്കിലും തോപ്പിൽ ഭാസിക്കൊപ്പം ഒക്കെ അനുഭവ സമ്പത്തുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇല്ല, അവിടെ ചെറിയൊരു തെറ്റുണ്ട്. അവരോടൊപ്പം ഉള്ള അനുഭവം എനിക്കില്ല. അവർക്ക് ശേഷമാണ് എന്റെ കാലം തുടങ്ങുന്നത്. ശരി, അവർക്ക് ശേഷം, അതായത് 70-ന് ശേഷം, 74-ന് ശേഷമാണ് തുടങ്ങുന്നത്. കാരണം അതുവരെ ഒരു വലിയ പ്രത്യേകം നമ്മൾ നോക്കേണ്ടത്, ഒരു നാടകത്തിന് ഒരു സംവിധായകന്റെ ആവശ്യമില്ല. അവരെഴുതുന്നു, അവര് ഇന്നപോലെ പറഞ്ഞോളം പറയുക. അതിനുശേഷം ആണ് അതിനകത്ത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണ്ടേ. അപ്പൊ അവിടെ ഒരു സംവിധായകന്, അപ്പം വിഷ്വൽസും ചില കാര്യങ്ങളൊക്കെ വരുമ്പോ അവിടെ എഴുത്തുകാരന്റെ സർഗഭാവനയല്ല, സംവിധായകന്റെ കാര്യങ്ങളാണ് വരുന്നത്. അത് സാറിന്റെ കാലഘട്ടമായപ്പോഴത്തേക്ക് അവിടെ സംവിധായകൻ വന്നു തുടങ്ങി നാടകത്തിൽ. അപ്പോൾ ശരിക്കും അതിനുശേഷം ഇന്ന് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയുമാണ് ചേട്ടൻ അല്ലേ? എനിക്ക് തോന്നുന്നു 5 ആണോ 6 സ്റ്റേറ്റ് അവാർഡാണ്. അല്ല, സ്റ്റേറ്റ് അവാർഡ് മാത്രം 9 എണ്ണം. അത് എനിക്ക് മാത്രം വ്യക്തിപരമായിട്ട്. അത് കൂടാതെ നടനും സംവിധായകനുമായിട്ട്, പിന്നെ നാടക നടൻ, സംവിധായകൻ, പിന്നെ ലൈറ്റ് ഡിസൈൻ, ദീപവിധാനം മലയാളത്തിൽ. അങ്ങനെ ഈ 3 ഇതില് എനിക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഈ 9 അവാർഡ്. ഇത് കൂടാതെ സംഘമിത്രയ്ക്ക് ഏറ്റവും നല്ല സമിതിക്ക് അല്ല, അതുപോലെ തന്നെ ഈ സംഘമിത്രയിലുള്ള ഇപ്പം സംഘമിത്രയ്ക്ക് പാട്ട് പാടിക്കൊണ്ട് ആണ് രേണുക ഗിരിജൻ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്നത്. രേണുക ഗിരിജന്റെ അമ്മ സംഘമിത്രയിൽ അഭിനയിച്ചുകൊണ്ട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു. അവരുടെ ഏറ്റവും ഇളയ മോള് സീമാജി നായർ സംഘമിത്രയിൽ അഭിനയിച്ചുകൊണ്ട് സീമാജി നായർ പറയും പോലെ നാടകത്തിൽ നിന്നും സീരിയലിലേക്കും സിനിമയിലേക്കും ഒക്കെ പോകാൻ കാരണക്കാരനാണ് നമ്മുടെ സതീഷ് സംഘമിത്ര. ആദ്യമായിട്ട് നാടകത്തിൽ വന്നേ ഉള്ളൂ. 10 വർഷത്തോളം ഉണ്ടായിരുന്നു. 12 വർഷം ഉണ്ടായിരുന്നു. അത് തന്നെ അതിലൂടെ സിനിമയിലേക്ക് പറഞ്ഞത്. അതെ, സിനിമ, സീരിയൽ. അതുപോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വേറെ നടിയുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നത്, ഉപ്പുംമുളകിലെ നീലു. നിഷ സാരംഗ്. അത് സംഘമിത്ര കൂടെ. പിന്നെ ആണുങ്ങള് ധാരാളം പേരുണ്ട്. പിറവന്തൂർ യതികുമാറുണ്ട്, പിന്നെ നമ്മുടെ അസീസാറിന്റെ മകൻ രാജ അസീസ്,
അങ്ങനെ പേരുകൾ നീളുന്നു. ഒരുപാട് പേർക്ക് അഭിനയം ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങിയവരാണ് പലരും. അതിൽ തന്നെ ശരിക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇത്രയും നേരം സമയമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ഇനിയും ഈ ഒരു പക്ഷെ സംസാരിച്ചുകൊണ്ടിരുന്ന തമാശകൾ ഒരുപാടുണ്ട്. അതേ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെഗാ എപ്പിസോഡ് തന്നെ ചിലപ്പോൾ ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യേണ്ടി വരും. ഇപ്പൊ തീരില്ല, കാരണം അത്രയും അനുഭവ സമ്പത്തുണ്ട്. പക്ഷെ പരിപാടിക്ക് നമുക്കൊരു അനുവദിച്ചിരിക്കുന്ന സമയം കഴിയുകയാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്കതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും ചോദിക്കാൻ ഏറെയുണ്ട്, സാറിന് പറയാൻ ഏറെയുണ്ട്. എനിക്ക് പിന്നെ ഒരു ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. പേര് പറയൂ സാർ. ഞങ്ങളുടെ കാര്യം ചോദിച്ചോ? പറയണം, അവരെ കാര്യം കൂടെ പറയും. ഭാര്യയുടെ പേര് അത് ആ പേര് പ്രത്യേക പേരുള്ള കുഞ്ഞുമോൾ എന്നാണ്. കുഞ്ഞുമോൾ. ഓക്കെ. 3 മക്കള്, 2 പെണ്ണും 1 ആണും. അവരെന്താ ചെയ്യുന്നത്? അവരൊക്കെ വെൽ സെറ്റിലായി. മൂത്ത മോള് അമേരിക്കയില്, 2ാമത്തെ മോള് എറണാകുളത്ത് ബിസിനസ്, 3ാമത്തത് മോന് UK-ല്. ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ അഭിനയത്തില് നാടകത്തിലൊക്കെ? പിന്നെ അവർക്ക് നല്ല ഇതാണ്. അവർക്ക് സംവിധായകരാകാം, പിന്നെ നന്നായിട്ട് വരയ്ക്കുന്നവരാണ്. നാടകത്തിൽ ഇപ്പൊ തൽക്കാലം അവര് ചെയ്യുന്നത് പാടും. അവരും ചെയ്യുന്നുണ്ട് സാറിന്റെ പ്രോഗ്രാമിലല്ല, നാടകത്തിലൊക്കെ. ഓ ശരി. അപ്പം വളരെ സന്തോഷം. അപ്പൊ ഞങ്ങള് കുടുംബം പരിചയപ്പെട്ടു, ഭാര്യയുടെ പേരറിഞ്ഞു. ഭാര്യ ഈ പറയുന്ന പോലെ ഭാര്യക്ക് പാട്ട് അല്ലെങ്കിൽ ഇതിപ്പോ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ കാരണം അറിയാം, അതിൽ എഡിറ്റ് ചെയ്തപ്പോ പോയതാണെന്ന് പറയുന്നത്. ഞാനത് ആലോചിക്കുന്നു, ഈ പ്രായത്തിൽ ഇത്ര കൗണ്ടർ അടിക്കാൻ പറ്റുമോ? എന്നെ ഇവിടെ ഇരുത്തി ഇങ്ങനെ കൗണ്ടർ അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഞാൻ ഇത്ര ആസ്വദിച്ചൊരു പരിപാടി ചെയ്തിട്ടില്ല. കഥയും ഞാൻ കേട്ടു, വളരെ ക്ഷമയോടുകൂടി കഥ എത്രയും കേട്ടു. പക്ഷെ ഇതിനിടയിൽ വന്ന തമാശകളാണ് ഞാൻ കൂടുതൽ ആസ്വദിച്ചത്. എന്തായാലും ഇനിയും നമുക്കിതുപോലെ അവസരങ്ങൾ ഉണ്ടാവട്ടെ, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ആ നാടക വണ്ടിയൊക്കെ പോകുന്നതും ഗ്രാമപ്രദേശത്തിൽ പോകുന്നതും തിരിച്ചു പോകുമ്പോ സോഡയാണോ ചായയാണോ കുടിക്കുന്നത് നാടകം കഴിഞ്ഞ് പോകുമ്പോ? ഈ 200 രൂപ വെച്ചിട്ട് വേണമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എനിക്കൊരു കത്തയച്ചു. ആ കത്തല്ല, ഇപ്പോഴത്തെ പോലെ മൊബൈലിൽ മെസ്സേജ് അയച്ചു, വാട്സാപ്പ് മെസ്സേജ് പോസ്റ്റ് ഇട്ടതാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞാൽ അവരുടെ ചെറുപ്പത്തില്, ഇപ്പൊ അതിന് നല്ല ഒരു 10-40 വയസ്സായിരുന്നു, അതൊരു 8-9 വയസ്സുള്ളപ്പോൾ ഈ ഉത്സവപ്പറമ്പില് ചായയും കാപ്പിയും, കട്ടൻ കാപ്പിയും കട്ടൻ ചായയും കൊടുക്കുന്ന അവരുടെ കുടുംബം. എന്നിട്ട് നാടകം തുടങ്ങാൻ 3ാമത്തെ ബെല്ലിന് ഇതെല്ലാം കൂടെ ഓഫ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇരുന്ന് നാടകം കാണും. അത് കഴിഞ്ഞേച്ച് പിന്നെ അത് നാടകം തീർന്നാൽ ഉടനെ വീണ്ടും വന്ന് കാപ്പി കച്ചവടം തുടങ്ങും. അപ്പൊ അവരുടെ അച്ഛൻ പറയുമായിരുന്നു, അതിനകത്ത് ആ കുംഭമേശ്വരുടെ ആളുണ്ടല്ലോ, ആ പുള്ളി ഇപ്പൊ വരും. പിന്നെ അതിനകത്ത് ഇന്ന ആളില്ലേ, ആ പുള്ളി വരും. ഓരോരുത്തരും വരുവഴി നാളെ അവിടെ അടങ്ങിയിരിക്കെ എന്ന് പറയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ മേക്കപ്പ് ഒക്കെ അഴിച്ചിട്ട് ഈ നടന്മാരൊക്കെ അവിടെ വന്ന് കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുന്ന ആ ഒരു കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഇന്നിപ്പോ 10-45 വയസ്സായി കാണുമായിരിക്കും. തീർച്ചയായും. അതായത് അതൊരു വലിയ രസമാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റിൽ കാണുന്ന അല്ലെ നാടകവേദിയിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു സാധാരണക്കാരെ പോലെ അല്ലെ വലിയ വലിയ രംഗങ്ങൾ ചെയ്ത നായക നടന്മാരും വീരപുരുഷന്മാരും കുറച്ച് കഴിയുമ്പോൾ സാധാരണക്കാരന്മാരെ പോലെ വരുന്നു, ഒരു ചായ കുടിക്കുന്നു, പരിപ്പുവട കഴിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ കൗതുകത്തോടും നോക്കിയിരിക്കുന്നു. അന്ന് ശരിക്കും വലിയ ഈ സിനിമാ നടന്മാരെ കാണുന്നതിനേക്കാൾ മുകളിൽ ആരാധനയാണ് നിങ്ങളോടല്ലേ സമൂഹത്തില്? അല്ല, അന്ന് കൂടുതലും സംഘമിത്ര പേരെടുക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ അന്നുള്ള നടന്മാര് ശരിക്കും വണ്ടിയെന്ന് നമുക്കൊന്നും ദൂരെ നിന്ന് കാണാൻ പറ്റുള്ളൂ. സ്റ്റേജിലോ അല്ലെ വണ്ടിക്കകത്ത് കയറിയിട്ടോ ഒക്കെ അത്ര ഇതായിരുന്നു. അതേസമയം നമ്മളതല്ല, നാടകം കഴിഞ്ഞ് നമ്മൾ ഇവരോട് ഇറങ്ങി ഇവരുടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കട്ടൻകാരൊക്കെ കുടിച്ച് നടക്കുമ്പോൾ ഇവര് അന്യഗ്രഹത്തിൽ നിന്ന് വന്നതല്ല, ഈ ഭൂമിയിൽ തന്നെ ഉള്ളവരാണെന്നൊരു സാധാരണക്കാരാണ് നമ്മളെ പോലെ വരാത്തത്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ ഈ പരിപാടി ഇവിടെ എന്നെ ഒഴിവാക്കുകയാണല്ലേ? ഒഴിവാക്കുകയല്ല, പരിപാടി അവസാനിപ്പിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാടക ആചാര്യനാണ്, 9 സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ സതീഷ് സംഘമിത്ര. അദ്ദേഹത്തിന് സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചതിന്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്
എൻ്റെ വേണ്ടപ്പെട്ടത് നിങ്ങളുടെ സ്നേഹവും ആണ്. അവാർഡിനേക്കാളെല്ലാം ഞാൻ അത് വിലമതിക്കുന്നു. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും അതിലുപരി നമ്മുടെ ഈ കൊച്ച് അവതാരമാർക്കും ഞാൻ എന്നെ ഉദ്ദേശിച്ച അതെ എല്ലാവർക്കും നന്ദി പറയുന്നു. ആ നന്ദി എന്തിനാണെന്നറിയാവോ? ഇത്ര രസകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു. താങ്ക് യു സർ, താങ്ക് യു, വളരെ നന്ദി.